ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖത്തിന് നാച്ചുറലായിട്ട് നല്ല നിറവും തിളക്കവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ മെയിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ മുഖത്തിന് നല്ല തിളക്കം നൽകാനും, ചുളിവുകൾ അകറ്റാനും, മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, പിഗ്മെന്റേഷൻ, മുഖക്കുരു, മുഖത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇതിനായി ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തോ കട്ട് ചെയ്തോ എടുക്കാം. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉരുളക്കിഴങ്ങ് വളരെ നല്ലതാണ്. ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ബ്ലീച്ചിങ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയുടെ ഗുണം ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാകുന്ന വരകളും ചുളിവുകളും മാറ്റാനും ചർമ്മത്തിലുണ്ടാകുന്ന നിറവ്യത്യാസമായ ഹൈപ്പർ പിഗ്മെന്റേഷനെ നിയന്ത്രിക്കാനും സഹായിക്കും. ഉരുളക്കിഴങ്ങിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായം കൂടുന്തോറും മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും നിയന്ത്രിക്കാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പകറ്റാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും നല്ലതാണ്. ഉരുളക്കിഴങ്ങ് ചർമ്മത്തിലെ എണ്ണമയം നീക്കം ചെയ്യുകയും അടഞ്ഞ സുഷിരങ്ങൾ തുറക്കുകയും ചെയ്യും. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇത് രണ്ടും കൂടെ അരച്ചെടുത്തപ്പം കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ചുകൂടെ കട്ടിയിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. റോസ് വാട്ടർ ചേർത്തതിന് ശേഷം അരയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൂടെ അരച്ച് ഇതിലേക്ക് റോസ് വാട്ടറൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരാഴ്ചത്തിന് മുഖത്ത് തേക്കാനുള്ളതുകൊണ്ട് ഇതിന് ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ ഉരുളക്കിഴങ്ങ് മുഖക്കുരുവിന് കാരണമായ ബാക്ടീരിയകളെ ചെറുക്കുകയും രോഗാണുക്കളെ ചർമ്മത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ മുഖത്തെ ചുളിവും കരിവാളിപ്പും അകറ്റാനും മുഖത്തിന് നല്ല നിറം കിട്ടാനും അതുകൂടാതെ അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബർ കൂടാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന റോസ് വാട്ടർ പ്രകൃതിദത്തമായ ഒരു സ്കിൻ ടോണറാണ്. ഇത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ചർമ്മ സുഷിരത്തെ ക്ലീൻ ആക്കി വെക്കാനും സഹായിക്കും. റോസ് വാട്ടർ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളിൽ നിന്നുള്ള കേടുപാടുകളെ മാറ്റി ആരോഗ്യത്തോട് വെക്കാനുള്ള കഴിവിതിനുണ്ട്. 8 ദിവസത്തേന് തേക്കാനുള്ള ഐസ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് അധികം നേരം പുറത്ത് വെക്കരുത്. അതുപോലെ അരച്ചതിന് ശേഷം കുറേ നേരം പുറത്ത് വെക്കാതെ ഉടൻ തന്നെ ട്രേയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് തണുത്ത് ഐസ് ക്യൂബ് ആയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് മുഖത്ത് തേക്കുന്നതെന്നൂടെ പറയാം. ആദ്യം തന്നെ നമ്മളൊന്ന് അലർജി ടെസ്റ്റ് ചെയ്യണം. ഇത് കുറച്ച് ചെവിയുടെ താഴെയായി തേച്ച് അരമണിക്കൂർ വെച്ച് ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മുഖം നന്നായി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇതിലൊരു ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഈ തണുപ്പോടുകൂടി തേക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ തന്നെ തേക്കാം. അല്ലെങ്കിൽ കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിച്ചാലും മതി. ഇത് മുഖത്ത് തേച്ച് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കണം. അധികം പ്രഷർ കൊടുക്കാതെ ഫിംഗർ ടിപ്പ് വെച്ച് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ ആയി തേച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.